ആയിരക്കണക്ക് വിശ്വാസികളിലേക്ക് വിശ്വാസ വർഷത്തിന്റെ ധന്യത സമ്മാനിച്ചുകൊണ്ട് കോട്ടയം അതിരൂപത ബൈബിൾ കലോത്സവത്തിന് സമാപനമായി. സമാപന ആഘോഷങ്ങളിൽ കൂടുതൽ വിശ്വാസ തീവ്രത സമ്മാനിച്ചുകൊണ്ട് വിശ്വാസ പ്രഘോഷണ റാലിയും നടന്നു. മോനപ്പള്ളി ഗ്രാമം ഇതുവരെ കണ്ടിട്ടുള്ളതിലേക്കും വച്ച് ഏറ്റവും വലിയ വിശ്വാസ സംഗമത്തിനാണ് 2 ദിനം സാക്ഷ്യം വഹിച്ചത്. കോട്ടയം അതിരൂപതയിൽ പെട്ട മുഴുവൻ ഫോറാനകളുടെയും പരിപൂർണമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു കലാരൂപങ്ങളിലൂടെ ബൈബിൾ ദൗത്യം നിർവഹിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഫോറനുകളെയും ഇടവകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ബൈബിൾ കലോത്സവത്തിൽ പങ്കെടുത്തത്. ബൈബിൾ കലോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായാണ് വിശ്വാസ പ്രഘോഷണ റാലിക്ക് തുടക്കമായത്. വിശ്വാസ പ്രഘോഷണ റാലി മോനപ്പള്ളി തിരുഹൃദയ ദേവാലയ അങ്കണത്തെ ഭക്തസാഗരമാക്കി മാറ്റിയതോടെ ആരംഭിച്ച പ്രൗഢോജ്വല സമ്മേളനത്തിൽ ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോനപ്പള്ളി തിരുഹൃദയ പള്ളി വികാരി ഫാദർ തോമസ് പുതിയകുന്നൽ സ്വാഗതം ആശംസിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞർ മാത്യു ഇളപ്പാനിക്കൽ, ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ എന്നിവർ പ്രസംഗിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളായിരുന്നു പ്രഘോഷണ റാലിക്കൊപ്പം പ്രൗഢോജ്വല സമ്മേളനത്തിലും സാക്ഷികളായി എത്തിയത്. ബൈബിൾ അധിഷ്ഠിത കലാ മത്സരങ്ങളിലും വിശ്വാസികളുടെ പങ്കാളിത്തം നിറഞ്ഞു നിന്നിരുന്നു. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭ ഈ ഒരു വർഷം വിശ്വാസ വർഷമായിട്ട് ആചരിക്കുകയാണ്. കോട്ടയം അതിരൂപത ബൈബിൾ കലോത്സവത്തോടനുബന്ധിച്ച് ഉഴൂർ ഫൊറോന ഇന്നേ ദിവസം ഫൊറോനയുടെ വിശ്വാസ വർഷ ആചരണ ദിനമായിട്ട് കൊണ്ടാടുകയാണ്.